100ാമത്തെ മോർണിംഗ് ഡ്യൂ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 100 സെഷനുകളിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഓരോ പ്രഭാതത്തിലും വന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാ പിന്തുണയ്ക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇനിയും നമുക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ഓൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ ഈ മോർണിംഗ് ഡ്യൂവിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. കാരണം ഇത് നമ്മുടെ 100ാമത്തെ പ്രോഗ്രാമാണ്. ദൈവം നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചു. ഈ 100 ദിവസങ്ങൾ വ്യത്യസ്തങ്ങളായ ദൈവവചനങ്ങൾ നമുക്ക് ധ്യാനിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അനുഭവിച്ചറിയുവാനും ദൈവം നമ്മെ സഹായിച്ചു. ഈ വചനധ്യാനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതായ കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ് എന്നുള്ളതാണല്ലോ. അതിൽ ഉൾപ്പെടുന്നതായ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എഫേസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളാണ്. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഈ വാക്യത്തിന്റെ അവസാനമായി പറയുന്ന ആ വാക്യം ഞാൻ ഒന്ന് പരാമർശിച്ച ശേഷം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിനെയാണ് കാണിക്കുന്നത്. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ നാം എന്തെങ്കിലും നമ്മുടെ രക്ഷയ്ക്കായിട്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം ഈ ലോകത്തിൽ ഉളവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇത് സംബന്ധിച്ച് ദൈവവചനത്തിലുണ്ട്. അതിൽ ഒരാശയമാണ് നമ്മൾ ദത്തെടുപ്പ് എന്നുള്ള വാക്കിലൂടെ കാണാൻ കഴിയുന്നത്, അഡോപ്ഷൻ. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ റോമൻ നിയമങ്ങൾ ബാധകമായിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു താനായിരുന്നത്. അതുകൊണ്ട് തന്നെ റോമൻ ദത്തെടുപ്പ് നിയമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. ഒരു കുടുംബത്തിലേക്ക് ആ കുടുംബത്തിൽ ജനിക്കാത്തതായ പുറമേ നിന്നുള്ള ഒരു മകനെയോ അല്ലെങ്കിൽ മകളെയോ ദത്തെടുക്കുമ്പോൾ ആ ദത്തെടുപ്പ് എല്ലാ രീതിയിലും പൂർണ്ണമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആരെയാണ് ദത്തെടുക്കുന്നത്, ആ കുട്ടി അല്ലെങ്കിൽ ആ ആള് തൻ്റെ മുൻ ഭവനത്തിൽ തനിക്കുണ്ടായിരുന്ന സകല ബാധ്യതകളിൽ നിന്നും ആ ദത്തെടുപ്പിൻ്റെ ശേഷം ഒഴിഞ്ഞു മാറും. അവൻ്റെ മേലുള്ള എല്ലാ കടങ്ങളും മാറും. ആ ഭവനത്തിൽ തനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ ആ അവകാശങ്ങളെല്ലാം തന്നെ മാറിയിട്ട് അവനൊരു പുതിയ വ്യക്തിയായി പുതിയ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലനായ പൗലോസ് ഈ ദത്തെടുപ്പ് എന്നുള്ള വാക്ക് പറയുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നത് നാം മുൻപേ ആയിരുന്ന ഭവനത്തിൽ എവിടെയായിരുന്നോ അവിടെയുള്ള സകല അവകാശങ്ങളും നമ്മുടെ മേൽ നിന്ന് മാറ്റി ഇനിയും അത് ലീഗലായിട്ട് നമ്മുടെ മേലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവം തൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ, നമ്മുടെ ജീവിതത്തോട് പിശാച് ചെയ്തതായ കാര്യങ്ങൾ, നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ ആരോപണങ്ങൾ, ഇവയെല്ലാം തന്നെ കർത്താവ് യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി ആയിത്തീരുമ്പോൾ എല്ലാം റദ്ദാക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും അവൻ ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. മറ്റൊരു ആശയം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, വി ആർ ബോൺ ഇൻ ടു ദ ഫാമിലി ഓഫ് ഗാഡ്. നാം ദൈവത്തിന്റെ ഭവനത്തിൽ ജനിച്ചിരിക്കുന്നു. അത് വീണ്ടും ജനനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 ആശയങ്ങളും ദൈവവചനത്തിൽ നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കത്തക്കോണം പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
നാം എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മേൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ പാപം മൂലമാകട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ കാരണമാകട്ടെ, ശാപങ്ങളാകട്ടെ, എല്ലാം തന്നെ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ നാവുകൊണ്ട് കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നാം അവനെ രക്ഷകനും ദൈവവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ നമ്മൾ പുതിയ വ്യക്തികളായിട്ട് മാറി. ഇത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഇതൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ് ആണ്. നോക്കിക്കേ, ഇതെല്ലാം തന്നെ സൗജന്യമാണ്. നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല. മറിച്ച് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. ഇതെങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, നമ്മുടെ യാതൊരു മെറിറ്റും ഇതിനകത്തില്ല, നമ്മുടെ യാതൊരു പ്രവൃത്തിയും ഇതിലില്ല. മറിച്ച് യേശുവിൽ ആണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് ഈ ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ രക്ഷ, ദൈവ പൈതൽ എന്ന നിലയിലേക്ക് നമ്മൾ കടന്നു വന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ദത്തെടുത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ പഴയ ഭവനത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ, പുത്രൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ആ ആത്മീക അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നെങ്കിൽ ഇന്നു മുതൽ അവരുടെ ജീവിതത്തിൽ ആ ആത്മീക അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.